ഹായ് ഹലോ. നമ്മൾ പൊതുവെ കരുതുന്നത് ഡോഗ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുക ഫുഡ് എന്നായിരിക്കും അല്ലേ? ഇവർ ഫുഡ് കണ്ടാൽ വളരെയധികം എക്സൈറ്റഡ് ആവാറുണ്ട്. അതിൻ്റെ സ്മെൽ കിട്ടിയാലോ എവിടെ നിന്നാണെങ്കിലും ഓടി പറന്ന് വരും അല്ലേ? കഴിക്കുമ്പോൾ ലോകത്ത് വേറെ ഒന്നും ശ്രദ്ധിക്കത്തുമില്ല. പക്ഷേ ഫുഡിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു കാര്യം ഡോഗ്സിനുണ്ട്. എന്താണെന്നറിയോ? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഇവിടെ പൂക്കിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് ഫുഡിനേക്കാൾ മറ്റൊരു കാര്യത്തിലേക്കാണ്. ഇവിടെ നോക്കൂ, അമ്മ പൂക്കിക്ക് ചോറ് ഉരുട്ടി വാരി കൊടുക്കുകയാണ് അല്ലേ? പൂക്കിയാണെങ്കിലോ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഓരോ ഉരുളയ്ക്കും കാത്തിരിക്കുന്നുണ്ട്. ഒരു ഉരുള കഴിച്ചു, വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അടുത്ത ഉരുള വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഇവിടെ ഫുഡിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മറ്റൊരു കാര്യമാണ് കേട്ടോ. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ അറ്റൻഷൻ. നമ്മൾ വീട്ടിൽ ഒരു ഡോഗിനെ വളർത്തുമ്പോൾ പതുക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കരുതുന്നതിലും കൂടുതൽ അവർ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിലും ഒരു ഡോഗ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങളുടെ ഡോഗിന് ഫുഡാണോ കൂടുതൽ ഇഷ്ടം, അതോ നിങ്ങളോടൊപ്പം ഇരിക്കുന്നതാണോ എന്നും കൂടെ പറയണം. ഫുഡാണെങ്കിൽ ഫുഡ് എന്നും, നിങ്ങളോടൊപ്പം ഇരിക്കുന്നതാണെങ്കിൽ ലവ് എന്നും കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ഡോഗ് എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. സത്യത്തിൽ ഡോഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ എത്ര സമയം കൂടെ ഇരിക്കുന്നു എന്നത് അവർ വളരെ വാല്യൂ ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങൾ നമ്മൾ ബിസി ആയിരിക്കും അല്ലേ? ചിലപ്പോൾ ഓഫീസ് ഉണ്ടാകും, വീട്ടുജോലികളുണ്ടാവും, ചിലപ്പോൾ അവരോടൊപ്പം കളിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. പക്ഷേ നമ്മൾ ഒന്ന് ഫ്രീ ആയി അവരുടെ അടുത്തിരുന്നാൽ അത്രയും മതി അവർക്ക്. പൂക്കിയുടെ കാര്യം അങ്ങനെയാണ് കേട്ടോ. ഞാൻ കിച്ചണിലാണെങ്കിൽ ആശാൻ കിച്ചണിൽ വരും, ഞാൻ ഹാളിലിരിക്കുകയാണെങ്കിലോ അവിടെ വന്നിരിക്കും. ഞാൻ അവനെ വിളിച്ചാൽ ആ ഉണ്ടക്കണ്ണു കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിലും നമ്മളെ നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, നിനക്ക് എന്താ വേണ്ടത്? അവന് വേണ്ടത് ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളുടെ കുറച്ച് അറ്റൻഷൻ, നമ്മളോടൊപ്പം കുറച്ച് കളി, കുറച്ച് തലോടൽ, പിന്നെ നമ്മളോടൊപ്പം കുറച്ച് സമയവും. പക്ഷേ ഫുഡ് വരുന്ന സമയത്ത് ഈ ഫിലോസഫി ഒക്കെ മാറുമേ. ഫുഡ് കണ്ടാൽ പിന്നെ പൂക്കിക്ക് നമ്മളെ കാണാൻ പോലും സമയം ഉണ്ടാകാറില്ല. പൂക്കി എന്ന് വിളിച്ചാലും ഒരു റെസ്പോൺസും ഇല്ല, നോ റെസ്പോൺസ്. ഫുഡിൻ്റെ സ്മെല്ല് കിട്ടിയാലോ കോൺസെൻട്രേഷൻ ഫുൾ ഫുഡിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫുഡ് തന്നെയാണല്ലോ ഇവൻ്റെ ഫസ്റ്റ് ലവ് എന്ന്. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് അടുത്തിങ്ങനെ വരും. അപ്പോൾ ഫുഡ് ഒരു പാർട്ടാണ്, പക്ഷേ റിലേഷൻഷിപ്പ് അതിലും വലുതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പെറ്റ് നിങ്ങളോടൊപ്പം ഇരിക്കാൻ വേണ്ടി ഭക്ഷണം പോലും വിട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫുഡ് കണ്ടാൽ നിങ്ങളെപ്പോലും മറക്കുന്ന ടൈപ്പാണോ? കമൻറ്റിൽ സത്യസന്ധമായി പറയണം. നിങ്ങളുടെ പെറ്റിനെ ആരും ജഡ്ജ് ചെയ്യില്ല കേട്ടോ. ഇവിടെ പൂക്കിയെ നോക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി തോന്നാറുണ്ട്. ഒരു ഡോഗ് വീട്ടിൽ വന്നാൽ അത് ഒരാളുടെ പെറ്റായി മാത്രം നിൽക്കില്ല. പതുക്കെ വീട്ടിൽ എല്ലാവരുടെയും റൂട്ടീൻ്റെ ഭാഗമാവാറുണ്ട് ഇവരല്ലേ? അമ്മയ്ക്ക് അവനെ ഫീഡ് ചെയ്യണം, അച്ഛന് അവൻ്റെ കൂടെ കളിക്കും വേണോ കാണും വേണം, മോനും അവനോടൊപ്പം ഫുൾ ടൈം കളിക്കണം. എനിക്ക് അവനെ വിളിക്കാനും സംസാരിക്കാനും എടുത്തു നടക്കാനാണ് ഏറ്റവും ഇഷ്ടം. അമ്മയുടെ പൊന്നേടേ, അമ്മയുടെ സ്വത്തേടേ, അമ്മയുടെ മുത്തേടേ എന്നൊക്കെ വിളിക്കുമ്പം അവൻ പലപ്പോഴും എനിക്ക് റെസ്പോൺസ് തരാറുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, എൻ്റെ മോൻ പോലും വിളിച്ചാൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യൂല, പക്ഷെ പൂക്കി ചിലപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും, കുരയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പൂക്കിക്ക് ഫുഡ് കൊടുക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അവനോടൊപ്പം ഇരിക്കുന്നത് നമ്മൾക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പെറ്റ്സിനോടുള്ള നമ്മുടെ ബോണ്ട് ഇത്രയും സ്പെഷ്യൽ ആകുന്നത് കേട്ടോ. പൂക്കിയുടെ ഇങ്ങനെയുള്ള റിയൽ ഫാമിലി മൊമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പൂക്കിയുടെ ഡെയിലി ലൈഫ്, ഫുഡ്, കെയർ, ട്രെയിനിങ്, ഞങ്ങളുടെ ഫാമിലിയോടൊപ്പമുള്ള മൊമെൻറ്റ്സ്, ഇതൊക്കെ ഇനിയും കാണാൻ പൂക്കി ഹോം സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ചോദിച്ചില്ലേ, ഡോഗ്സിന് ഭക്ഷണത്തേക്കാൾ ഇഷ്ടം ഇതാണോ എന്ന്? നമ്മൾ ആദ്യം കരുതുന്നത് ഫുഡായിരിക്കും.
പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ആരെങ്കിലും സ്നേഹത്തോടെ അടുത്തിരുന്ന് കൊടുക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ സ്പെഷ്യൽ. ആരെങ്കിലും പേര് വിളിക്കുന്നത്, തലോടുന്നത്, കൂടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതാണ് സത്യം പറഞ്ഞാൽ അവരുടെ ലോകം എന്ന് പറയുന്നത്. അവർക്ക് ഒറ്റപ്പെടൽ ഒട്ടും ഇഷ്ടമല്ല. അവർ നമ്മളുടെ പ്രസൻസാണ് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് എൻ്റെ ആൻസർ അതെ, ഡോഗ്സിന് ഫുഡ് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഫുഡിനേക്കാൾ ഇഷ്ടം നമ്മുടെ സ്നേഹവും നമ്മുടെ അറ്റൻഷനും നമ്മളോടൊപ്പം കിട്ടുന്ന ചെറിയ സമയവുമാണ്. അതുകൊണ്ടാണ് അമ്മ കൈകൊണ്ടൊരു ചെറിയ ഉരുള ചോറ് കൊടുക്കുമ്പോൾ പോലും പൂക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഭക്ഷണം വയറു നിറയും, പക്ഷേ സ്നേഹമാണ് ഇവരുടെ മനസ്സ് നിറയ്ക്കുന്നത്. നിങ്ങളുടെ ഡോഗിന് എന്താണ് ഏറ്റവും ഇഷ്ടം എന്ന് കമൻറ്റിൽ പറഞ്ഞിട്ട് പോകണേ. അപ്പം നമ്മളെപ്പോഴും ഡോഗ്സ് ഉണ്ട്, അവരോടൊപ്പം നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാനിരിക്കുക. ഇപ്പോൾ ഒരു കൂട്ടിലിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഫേസ് നോക്കിയാൽ മതി, അവരിങ്ങനെ നമ്മളെ തന്നെ നോക്കിയിരിക്കും. അവരെ കൂട്ടിൽ നിന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി നമ്മൾ അവരുടെ കൂടെ കളിക്കുന്നില്ലെങ്കിൽ കൂടെ അവർ എന്തെങ്കിലും ഒരു ഷൂവോ ചെരുപ്പോ എടുത്തിട്ട് ഒരു മൂലയിൽ പോയി ഇരിക്കുന്നതാണ് കാണുക. പക്ഷെ നമ്മൾ ഓടിപ്പോയി അവരുടെ ചെരുപ്പ് തട്ടി പറിക്കാൻ നോക്കൂ, അപ്പോൾ അവർ ആക്റ്റീവായി. അവർക്കത് അത് അത് ആ കളിയാണ് അവർക്ക് ഇഷ്ടം. പിന്നെ നമ്മളെടുത്തുനിന്ന് സോക്സ് തട്ടിപ്പറിക്കുക, ചെരുപ്പ് തട്ടിപ്പറിക്കുക, അവരെ കൂടെ ഓടുക, ഡോഗ്സ് എത്ര ഡോഗ്സ് ഒളിച്ച് കളിക്കുമെന്ന് അറിയോ? അത് നമ്മൾ അവരെ കൂടെ കളിക്കണം. നമ്മൾ ഏതെങ്കിലും റൂമിന് ഡോറിൻ്റെ ബാക്കിലൊക്കെ പോയിട്ട് നമ്മൾ പേര് വിളിക്കും. അപ്പോൾ നമ്മൾ ഒച്ച കേട്ടിട്ട് അവരെല്ലാ റൂമിലും പോയി നോക്കും. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എത്രയോ 5 വർഷത്തിന് ശേഷം നമ്മളെ കാണുന്നൊരു ഫീലാണ് അവർക്ക്. അപ്പോൾ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഡോഗ്സിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കളിക്കുന്ന ഒരു കളിയായിരുന്നു, ഇങ്ങനെ ഒളിച്ച് കളിക്കാറുണ്ടായിരുന്നു. അപ്പം ഡോഗ്സ് കുറച്ച് വലുതാണ്. ഇപ്പോൾ പപ്പി ആയതുകൊണ്ട് അത്രയ്ക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് അവരുടെ കൂടെ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യുക. അവർ കുറച്ച് കൊല്ലം മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് എപ്പോഴും നമ്മൾ അവരോടൊപ്പം നിൽക്കാൻ ശ്രദ്ധിക്കണം. ഒറ്റപ്പെടുത്താതെ ഒരു കൂട്ടായിട്ട് ഒന്നിച്ചിട്ട് അവർക്ക് നല്ല സന്തോഷം കിട്ടുന്ന പോലെ നമ്മൾ നിൽക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.